ഏറ്റവും കൂടുതൽ റൊമാൻറ്റിക്? ഇങ്ങനെ പറ, അപ്പനും അമ്മയ്ക്ക് എന്ത് വാങ്ങിക്കും? സോ നമ്മളെന്ത് ഗിഫ്റ്റ് വാങ്ങിക്കും അമ്മയ്ക്ക് അപ്പനും? ഗിഫ്റ്റ് ഒന്ന് കൊടുക്കും. ഹായ് ഗൈസ്, അങ്ങനെ ഞങ്ങളുടെ യങ് കപ്പിൾസിന്റെ 25th വെഡിങ് ആനിവേഴ്സറി ആയി. പ്രത്യേകിച്ച് ആഘോഷമൊന്നും വേണ്ട എന്ന് പറഞ്ഞിരുന്നവരെ ഞങ്ങൾ ഒരു വിധത്തിൽ കൺവിൻസ് ആക്കി സെലിബ്രേറ്റ് ചെയ്യാൻ ഞങ്ങൾ തീരുമാനിച്ചു. അങ്ങനെ ആനിവേഴ്സറിയുടെ അന്ന് ഞങ്ങൾ ഉച്ചയ്ക്ക് റോസ് ആൻഡ് മാംഗോസിൽ പോയി ഫുഡ് കഴിക്കാനാണ് തീരുമാനിച്ചത്. അങ്ങനെ ഞങ്ങൾ 5 പേരും കൂടെ റോസ് ആൻഡ് മാംഗോസിൽ പോയി. കിടുക്ക ചാമ്പ്യൻസ് ആയിരുന്നു റോസ് ആൻഡ് മാംഗോസിൽ. ഇത് പെയ്ഡ് പ്രൊമോഷൻ ഒന്നും അല്ല കേട്ടോ, പക്ഷേ സീരിയസ്ലി ഞങ്ങൾ 5 പേർക്കും ഒരേപോലെ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമായിരുന്നു റോസ് ആൻഡ് മാംഗോസ്. ഫുഡാണെങ്കിലും വളരെ അടിപൊളി ടേസ്റ്റി ആയിരുന്നു, ഒത്തിരി എക്സ്പെൻസീവും അല്ലായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ലവ് കപ്പിൾസിന് ഫുഡൊക്കെ കഴിച്ച് ഹാപ്പി ആയിട്ട് വീട്ടിലാക്കിയതിന് ശേഷം വൈകുന്നേരം ഞങ്ങൾ നൈസായിട്ട് ഗിഫ്റ്റ് വാങ്ങിക്കാൻ ഇറങ്ങിയതാ. അപ്പോഴാണ് ഞങ്ങളുടെ സ്കൂട്ടർ ഞങ്ങൾക്ക് പണി തന്നത്. നോക്കൂ ഗൈസ്, അപ്പനമ്മയ്ക്ക് ഗിഫ്റ്റ് വാങ്ങാൻ പോയിട്ട് ടയർ പൊട്ടി തള്ളുന്നത്. വീഡിയോ എടുക്കുന്നതാണ് എൻ്റെ കോൺട്രിബ്യൂഷൻ. ഓട്ടെ അങ്ങനെ സ്കൂട്ടർ തള്ളി തള്ളി വീട്ടിലെത്തിച്ചതിന് ശേഷം അപ്പം അമ്മയ്ക്ക് എടപ്പള്ളി കാണാൻ പോകണമെന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ എടപ്പള്ളിയിൽ പോയി. ക്രിസ്മസ് കാലമായതുകൊണ്ട് മനോഹരമായ കുറെ പുൽക്കൂടുകളും സ്റ്റാറുകളും ലൈറ്റ്സും നിറഞ്ഞ് ഭയങ്കര ഭംഗിക്കിരിക്കണായിരുന്നു. അങ്ങനെ ദ മോസ്റ്റ് അവൈറ്റഡ് മൊമെന്റ് എത്തി. ഇവരുടെ ആനിവേഴ്സറി ഫ്രൈഡേ ആയിരുന്നുകൊണ്ട് ഞങ്ങൾ സാറ്റർഡേ ഈവനിങ് ആയിരുന്നു ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യാൻ ഡിസൈഡ് ചെയ്ത്. അങ്ങനെ സാറ്റർഡേ ഈവനിങ് ഞങ്ങളുടെ വീട്ടിൽ തന്നെ പരിപാടി സെറ്റപ്പ് ചെയ്തു. അങ്ങനെ ഞങ്ങളുടെ വീട് നിറച്ചും ആൾക്കാർ വന്ന് ഞങ്ങൾ അടിപൊളിയായിട്ട് സെലിബ്രേറ്റ് ചെയ്തു. എൻ്റെ അപ്പനമ്മയെ പറ്റി 2 വാക്ക് പറയാൻ പോയ ഞാൻ അവരെ പറ്റി ഒരു നീണ്ട കഥ തന്നെ പറഞ്ഞു. അവരുടെ ആ സ്നേഹത്തിൻ്റെ ഡെപ്ത് എങ്ങനെയാണെന്നും അവരുടെ ആ ഫൊർഗീവ്നെസ് എങ്ങനെയാണെന്നും അവരിൽ നിന്ന് ഞാൻ പഠിച്ച കാര്യങ്ങളും ഒത്തിരി ഞാൻ വിവരിച്ച് പറഞ്ഞു. നമ്മൾ ആ റോസാപ്പൂവിന്റെ ആ ഒരു മണം, ആ ഒരു കാണുന്ന ഒരു ഭംഗി, ആ ഒരു എസൻസ് മാത്രമാണ് സ്നേഹം എന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ ആ ഒരു റോസ് നമ്മൾ കയ്യിൽ പിടിക്കുമ്പം നമ്മുടെ കയ്യിൽ ആ കൊള്ളുന്ന മുള്ളുകളുടെ ആ ഒരു വേദന, അത് അപ്പൊ ആ റോസിന് ഭംഗിയുണ്ടെങ്കിലും അതിന്റെ ആ ഒരു മുള്ള് അതിന്റെ ഒരു സവിശേഷതയാണ്. ഇതുപോലെ തന്നെയാണ് ഒരു റിലേഷൻഷിപ്പ്, ഒരു സ്നേഹം എന്നൊക്കെ ഉള്ളത് പഠിച്ചത് ഞാൻ ഇവരിൽ നിന്നാണ്. ശരിക്കും എത്രയൊക്കെ അടിയുണ്ടാക്കിയാലും ലാസ്റ്റ് അടയും ചക്കരയാണ് ഇവര്. സത്യം, ഭയങ്കര അടയും ചക്കരയാ കാര്യം. ഭയങ്കര അമ്മൻ തല്ലൊക്കെ ഉണ്ടാവണം. ഞങ്ങളിങ്ങനെ ഇങ്ങനെയൊക്കെ നിൽക്കേണ്ടി വന്നാലേ ലാസ്റ്റ് കറങ്ങി തിരിഞ്ഞ് 2 പേരും ഒരുമിച്ച് ഒരേ സ്ഥലത്ത് ഒരുമിച്ച് ഇരിക്കണ കാണാം. അപ്പൊ ബേസിക്കലി അപ്പൊ ഞാൻ ഇത്രയും കൊല്ലം കൊണ്ട് ഞാൻ കണ്ടുവന്നിരിക്കുന്നത് ശരിക്കും ഇപ്പോഴത്തെ ജനറേഷനിലൊക്കെ പറഞ്ഞ പോലെ അടി ഉണ്ടായാൽ തീർന്ന് അവിടെ ആ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്ക് ആവുക. ശരിക്കും എന്നോട് വൺസ് ഒരു ഭയങ്കര വൈസ് പേഴ്സൺ പറഞ്ഞു, ശരിക്കും റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ അതിനെ ഹോൾഡ് ചെയ്ത് അതിനെ ബിൽഡ് ചെയ്ത് അതിനെ ഒരുമിച്ച് കൊണ്ടുപോകാം എന്നുള്ളതിലാണ് അതിന്റെ ബ്യൂട്ടി ഇരിക്കുന്നത്. ഞാനും ആലോചിച്ചു, ശരി എൻ്റെ അപ്പനും അമ്മയും അങ്ങനെയാ. ശരിക്കും അവരുണ്ടാക്കുന്ന അടിയുടെ റേറ്റ് ഭയങ്കര കൂടുതലാണ്, പക്ഷെ അതിന്റെ ഇരട്ടി സ്നേഹം അവർ കൊടുക്കുന്നുണ്ട്. ശരിക്കും അവർ ആ അടിയിൽ മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ ശരിക്കും ഇന്ന് ഈ ഒരു 25 ആനിവേഴ്സറി ഇവിടെ ഉണ്ടാവില്ലായിരുന്നു. ശരിക്കും അവരുടെ ആ ഒരു
ക്ഷമ, ആ സ്നേഹം, ആ പരസ്പരമുള്ള കെയർ, അതൊക്കെയാണ് ഈ ഒരു 25th ആനിവേഴ്സറിയിലേക്ക് എത്തിച്ചേക്കുന്നത്. അപ്പം ആസ് യുവർ മൂത്ത ചൈൽഡ് ഐ എം സോ പ്രൗഡ്. ഇനിയും ഒരു 25 വർഷം അങ്ങോട്ടേക്ക് പോകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പം നമുക്ക് ചെറിയ ഗെയിം കളിപ്പിക്കാം ഇവരെ. യെസ്, അങ്ങനെ എൻ്റെ നീണ്ട പ്രസംഗത്തിന് ശേഷം ഞങ്ങൾ ഇവരെ കൊണ്ട് ഗെയിം കളിപ്പിച്ചു. ഓക്കെ, ഇതിൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ വാശി? ഇതിൽ ആരാണ് ജീവിത പങ്കാളിയെ കൂടുതൽ മനസ്സിലാക്കിയിട്ടുള്ളത്? ഏറ്റവും കൂടുതൽ ടോക്കറ്റീവ് ആരാ? ഇതിൽ ആരാണ് ഏറ്റവും കൂടുതൽ റൊമാൻറ്റിക്? ഇതിൽ ആരാണ് ഏറ്റവും കൂടുതൽ കെയറിങ്? കുട്ടികളായിട്ട് നന്നായിട്ട് ഇടപഴകുന്നത് ആരാ? ഒരു വഴക്കിട്ടാൽ ആദ്യം സോറി പറയുന്നത് ആരാ? അങ്ങനെ രസകരമായ ഗെയിമിന് ശേഷം ഞങ്ങൾ കുറച്ച് റാൻഡം ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു അവരോട്. പെണ്ണ് കാണാൻ വന്ന ഡേറ്റ്? അന്ന് റോയി ഇട്ടുന്ന ഷർട്ടിന്റെ കളർ റോയി ആദ്യം ചോദിച്ച ചോദ്യം ചേട്ടന്മാരുണ്ടായിരുന്നു. അപ്പൊ പിന്നെ എങ്ങനെ ചോദിക്കും? നിശബ്ദ സിനിമയായിരുന്നു. അങ്ങനെ രസകരമായ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ സെഷനൊക്കെ കഴിഞ്ഞ് ഗെയിംസ് ഒക്കെ അടിച്ചു പൊളിച്ച് നടത്തിയതിന് ശേഷം കേക്ക് കട്ടിങ്ങിലോട്ട് പോയി. ഞാൻ പറഞ്ഞില്ലേ കുഞ്ഞാണെന്ന്. ഈ ബബിൾ റാപ്പർ കണ്ടോ പിടിച്ചോണ്ട് പോവാ. ആ ബബിൾ റാപ്പർ പൊട്ടിക്കാം. ഇന്നലെ ഇവിടുന്ന് ഉറക്കത്തിൽ നിന്ന് ഇത് പൊട്ടിക്കണുണ്ടായിരുന്നു. അത് മതി, ഇത് വേണ്ട. Mami,
പതിനാലാം രാവിലെ